ഇത് ചിലപ്പോൾ ഒരു ദിവസത്തെ 2 ദിവസത്തേക്ക് ഒരു പ്രതിഭാസമാണെന്ന് വിളിച്ചു. പക്ഷേ തുടർച്ചയായിട്ട് ഇതായപ്പോഴത്തേക്കും എനിക്കൊരു സംശയം തോന്നി. യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയുടെ സ്കോഡ് കയറുകയും അദ്ദേഹത്തിന് ഫൈൻ അടിക്കുകയും ചെയ്തു. തൊട്ടടുത്ത മാസത്തിൽ വന്നപ്പോഴത്തേക്ക് 24 ലക്ഷമായിട്ടാണ് ഈ റവന്യൂ ഇൻക്രീസ് ചെയ്തത്. അത് 9 ലക്ഷം രൂപയുള്ള ഒരു ഇൻക്രീസ് ഉണ്ടായി. അത് വല്ലാതെ തന്നെ ടച്ച് ചെയ്തു. കാരണം ഒരു പൗരൻ്റെ തെറ്റല്ല അത് ആ വ്യവസ്ഥയുടെ തെറ്റാണ്. നമസ്കാരം. ഒരു വിവരാവകാശ രേഖ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 2-ലെ ടിക്കറ്റ് വരുമാനം 9 ലക്ഷമായി ഉയർന്നു. അതുവരെ 15 ലക്ഷമായിരുന്നു. പിന്നീട് അത് 24 ലക്ഷം രൂപയായി. അതായത് ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന് തോന്നിയ ഒരു സംശയത്തിൻ്റെ പുറത്ത് നടത്തിയ ഒരു വിവരാവകാശ ചോദ്യത്തിലാണ് ഈ റെയിൽവേ ഒരു മറുപടി നൽകുകയും പിന്നീട് ആ ടിക്കറ്റ് കൗണ്ടറിലെ വരുമാനം 24 ലക്ഷം രൂപയായി ഉയർന്നതും. എന്തായാലും ആ വിവരാവകാശ രേഖ ചോദിച്ച വിനായക സച്ചിൻ നമ്മോടൊപ്പം ചേരുകയാണ്. വിനായക, എങ്ങനെയായിരുന്നു ആ ഒരു RTI കൊടുക്കാൻ കാരണം? എന്തായിരുന്നു RTIയിൽ ചോദിച്ചത്? ആക്ച്വലി 2024 ഒക്ടോബർ മാസമാണ് 5-ാം തീയതി ഞാൻ ഇവിടുന്ന് എറണാകുളം ടൗണിൽ നിന്നും എൻ്റെ സ്ഥലം കൊല്ലത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ സ്ഥിരം ഞാൻ ഇവിടെ നിന്നാണ് ട്രെയിൻ യാത്ര ചെയ്യാറുള്ളത് നാട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ പലപ്പോഴും പല ദിവസങ്ങളിലും വരുമ്പോഴത്തേക്കും വൈകുന്നേര സമയം ഇതുപോലുള്ള ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പീക്ക് ടൈമിലെ ക്യൂവിൽ ഈ കാണുന്ന പ്ലാറ്റ്ഫോമിൽ ആരുമില്ലായിരുന്നു. ടിക്കറ്റ് കൊടുക്കാൻ ക്ലർക്കുമാരായിട്ട് ആരുമില്ലായിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ ഒരു ദിവസത്തെ 2 ദിവസത്തേക്ക് ഒരു പ്രതിഭാസമാണെന്ന് വിളിച്ചു. പക്ഷേ തുടർച്ചയായിട്ട് ഇതായപ്പോഴത്തേക്കും എനിക്കൊരു സംശയം തോന്നി. പക്ഷേ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയുടെ സ്കോഡ് കയറുകയും അദ്ദേഹത്തിന് ഫൈൻ അടിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ ടിക്കറ്റ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ശ്രമിച്ചപ്പോൾ ആളില്ലായിരുന്നു. ഇപ്പോൾ UTS ട്രൈ ചെയ്ത് പുള്ളി കിട്ടിയില്ല, ടിക്കറ്റ് കിട്ടിയില്ല. ചില സമയത്ത് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് അത് വല്ലാതെ തന്നെ ടച്ച് ചെയ്തു. കാരണം ഒരു പൗരൻ്റെ തെറ്റല്ല അത് ആ വ്യവസ്ഥയുടെ തെറ്റാണ്, സിസ്റ്റത്തിൻ്റെ തെറ്റാണ്, പൗരൻ്റെ തെറ്റല്ല. അതോടൊപ്പം പുള്ളി അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അമ്മയെന്തോ കാണാൻ വേണ്ടി എന്തോ അസുഖം പെട്ടെന്ന് യാത്രയ്ക്ക് ബോർഡ് ചെയ്യേണ്ടി വന്നതാണ് ട്രെയിനിൽ. അമ്മയ്ക്ക് അസുഖമായിട്ടുള്ള വിഷയം കൊണ്ട് ടെൻഷനിൽ കയറിയതാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് പേഴ്സണലി പുള്ളി അറിയില്ല. പക്ഷേ അടുത്ത് ഇരുന്നപ്പോൾ സീറ്റിനടുത്തിരുന്ന് അപ്പുറത്തെ സീറ്റിൽ എന്തിരുന്ന് വിഷയം കണ്ടതാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും അന്ന് രാത്രി എൻ്റെ മൈൻഡിൽ വല്ലാതെ ടച്ച് ചെയ്തു. എന്തെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ RTI ചോദിച്ചത്. അപ്പോൾ ചോദിച്ചതിൻ്റെ ചോദ്യങ്ങളെന്ന് പറയുന്നത് ഈ എറണാകുളം ടൗണിൽ